ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? എക്സാം ടൈമൊക്കെ ആയിട്ട് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ ഈ സമയത്ത് കുറച്ച് എക്സാം ടിപ്സ് ഒക്കെ പിള്ളേർക്ക് കൊടുത്താലോ എന്ന് ഞാൻ കരുതിയതാണ്. അപ്പോഴാണ് ആലോചിച്ചത്, പിള്ളേരെക്കാളും കൂടുതൽ സ്ട്രെസ്സും ഫിയറും ഒക്കെ അനുഭവിക്കുന്ന ഒരു കൂട്ടരുണ്ട് നമ്മുടെ ഇടയിൽ. അതാണ് നമ്മുടെ പാരൻസ്. അപ്പൊ അവർ ഈ എക്സാം ടൈമിൽ ചെയ്യേണ്ടുന്നതും ചെയ്യരുതാത്തതുമായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പലർക്കും അറിയത്തില്ല. അപ്പൊ അതിനെ പറ്റി കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ഇത് പാരന്റ്സിനുള്ള ടിപ്സ് ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഓടി പോകാൻ നിൽക്കണ്ട. നിങ്ങളും ഇതിരുന്ന് കാണാം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇത് തന്നെയാണോ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ഈ എക്സാം ടൈമിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്. എന്നിട്ട് ഇത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോനെ എടുത്ത് നിങ്ങളുടെ പാരന്റ്സിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഒത്തിരി വലിച്ചങ്ങോട്ട് നീട്ടണില്ല, നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റ്, പാരന്റ്സ് പ്ലീസ് ഷട്ട് യുവർ മൗത്ത്. ആരും എന്നെ തല്ലാനും കൊല്ലാനൊന്നും വരണ്ട. നമ്മുടെ വീട്ടിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു കാര്യമാണിത്. കാരണം എക്സാം ടൈം ആണ്, സ്റ്റുഡൻസിന് അവരുടെ ഫിയറും ടെൻഷനും ഒക്കെ ഉണ്ടാവും. പാരന്റ്സിനാണല്ലോ അവരെക്കാളും കൂടുതൽ ഫിയറും ടെൻഷനും. അപ്പൊ ഈ പാരന്റ്സ് എന്നാ ചെയ്യും? അവരുടെ ടെൻഷനും കൂടി എടുത്തിട്ട് ഈ സ്റ്റുഡൻസിന്റെ തലമണ്ടയിലേക്ക് ഇടാനായിട്ട് നോക്കും. അയ്യോ, ഒരു വർഷം മുഴുവൻ ഉണ്ടായിട്ട് അവൾ മുഴുവൻ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു, ഒന്നും പഠിച്ചില്ല, അത്രയും സമയം ഉണ്ടായിരുന്നു, ഇത്രയും സമയം ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള ടെൻഷൻ മുഴുവൻ എടുത്തിട്ട് ആ കൊച്ചിന്റെ തലയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് മനസ്സമാധാനമായിട്ട് പഠിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ചില പാരന്റ്സ് ഭയങ്കര നീറ്റാണ്, അവർ ഈ പിള്ളേരോട് പറയത്തില്ല. പിള്ളേർ അവിടെ ടേബിളിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും മുറുമുറൂന്നിങ്ങനെ മുറുമുറുത്ത് പൊറുപുറത്തുകൊണ്ട് നടക്കും. അപ്പോഴും ഈ പിള്ളേർക്ക് കോൺസെൻട്രേഷൻ അങ്ങോട്ട് കിട്ടത്തില്ല. പിന്നെ ചില പാരന്റ്സ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേരുമായിട്ട് ഒരു കുഴപ്പമില്ല, പിള്ളേര് ഭയങ്കര സ്നേഹമാണ്, അവര് തമ്മിൽ അവിടെ കിടന്ന് ഒച്ചയും ബഹളവും അടിയും പിടിയും ചിരിയും കളിയും അത് കാണലും ഇത് കാണലും എല്ലാം ആയിട്ട് കൊച്ചിനൊരു മനസമാധാനം കിട്ടത്തില്ല. അപ്പോൾ ഷട്ട് യുവർ മൗത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിള്ളേർക്ക് പഠിക്കാനുള്ള ഒരു കാം എൻവയോൺമെന്റ് നമ്മൾ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കണം. അത് പാരന്റ്സിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം പാരന്റ്സ് ആണ് നമ്മുടെ ഫാമിലിനെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു കാം എൻവയോൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് പാരന്റ്സിന്റെ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾ എന്താണെങ്കിലും ചെയ്തിരിക്കണം. എല്ലാ സമയത്തും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ എക്സാം ടൈമിലെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കാം ആൻഡ് പ്ലസന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുക എന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ്. ആദ്യത്തെ ടിപ്പിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ വായ അടച്ചു വെക്കാനായിട്ട്. വായ അടച്ചു വെക്കരുത് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ്. നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം മതിയോ? പറ്റത്തില്ല. നമ്മൾ അവരോടൊന്ന് കുറച്ച് കൂടുതൽ ഫ്രണ്ട്ലി ആവണം. ചില പാരന്റ്സ് ഒക്കെ വർഷം മുഴുവൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടിരുന്നിട്ട് ഈ എക്സാം ടൈമിൽ മാത്രം ഫ്രണ്ട്ലി ആവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ വേണം അതിനുള്ള വഴികൾ കണ്ടുപിടിക്കാനായിട്ട്. ഈ ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഏത് എക്സാം ടിപ്സ് എടുക്കുകയാണെങ്കിലും അതിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ആ ടൈം ടേബിൾ പ്രകാരം വേണം നമ്മൾ പഠിക്കാനായിട്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് ചോദിക്കാം, മോനെ ഇനി ഇച്ചിരി നാളും കൂടി അല്ലേ ഉള്ളൂ, നീ ടൈം ടേബിൾ വല്ലതും പ്രിപ്പയർ ചെയ്തായിരുന്നോ, അതിനനുസരിച്ചാണോ നീ പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരോടൊന്ന് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. നീ ഇപ്പോൾ ടൈം ടേബിൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, എല്ലാം ഓക്കെ ആണോ, എല്ലാം കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇനിയിപ്പോൾ ടൈം ടേബിൾ ഇനിയും പ്രിപ്പയർ ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ അവരെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും പറ്റും, പക്ഷെ അത് ഫോളോ ചെയ്യാനായിട്ടായിരിക്കും ഭയങ്കര പാട്. അപ്പോൾ നമ്മൾ ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പഠിക്കാൻ ഇരുത്തണം. അങ്ങനെ ഇരുത്താനായിട്ട് നോക്കുമ്പോഴാണ് ചില പിള്ളേരുടെ ടേബിൾ കണ്ടിട്ടുണ്ടെങ്കിൽ പട്ടി കഞ്ഞി കുടിക്കില്ല. കാരണം അത്രയ്ക്ക് അലമ്പായിരിക്കും. ആവശ്യമുള്ളതും ഇല്ലാത്തതും കണകുണ സാധനങ്ങളെല്ലാം അങ്ങനെ നിരത്തിയിട്ടിട്ടുള്ള ഒരു ടേബിൾ ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അവർക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അതങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ഇരിക്കുവാണെങ്കിൽ ആ സബ്ജക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആ സബ്ജക്റ്റിന്റെ ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, പേന, പെൻസിൽ എല്ലാം അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് എടുത്ത് വെക്കുക. നമ്മുടെ പിള്ളേരാണ്, നല്ല ആൾക്കാരാണ്. അതെടുക്കാൻ ഇതെടുക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോക്കങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ച് ആളെ കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു ഡിസ്ട്രാക്ഷനും വരാത്ത രീതിയിൽ അവരുടെ സ്റ്റഡി ടേബിൾ നമ്മൾ അവർക്ക് സെറ്റാക്കി കൊടുക്കാം. പിന്നെ പറ്റുവാണെങ്കിൽ ചെറിയ ചെറിയ മോട്ടിവേഷണൽ കോട്ട്സ് ഒക്കെ ഒന്ന് എഴുതിയിട്ട് അവരുടെ ടേബിളിന്റെ ഫ്രണ്ടിൽ ഒന്ന് ഒട്ടിച്ചു വെക്കാം. ഇനിയിപ്പോൾ ടേബിൾ ഇല്ല എന്ന് പറയുന്നവരാണെങ്കിൽ പോലും എവിടെ ഇരുന്നാണോ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് ആ ഒരു ഭാഗം നല്ല നീറ്റാക്കി വെച്ചു കൊടുക്കാം. വേറൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് നല്ലപോലെ നീറ്റാക്കി വെച്ചു കൊടുക്കാം. അപ്പോൾ ഒരു നീറ്റായിട്ടുള്ള ഒരു ടേബിൾ കാണുമ്പോൾ തന്നെ, ഒരു സ്പേസ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു ഉന്മേഷം കിട്ടും, പഠിക്കാനായിട്ട് പറ്റും. മൂന്നാമത്തെ ടിപ്പ്. ഈ ടിപ്പ് ഫോളോ ചെയ്യാനാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പാട്. എന്താന്ന് വെച്ചാൽ യൂസേജ് ഓഫ് ഇലക്ട്രോണിക്സ് ഐറ്റംസ്. എക്സാം ടൈം വന്നു കഴിയുമ്പോഴത്തേനും എല്ലാ പാരന്റ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് പിള്ളേരുടെ അടുത്ത് ഫോൺ മേടിച്ച് വെക്കുക, ടിവിയുടെ കണക്ഷൻ കട്ട് ചെയ്യുക, വീഡിയോ ഗെയിംസ് എവിടെയെങ്കിലും എടുത്ത് പൂട്ടി വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
അതായത് വർഷം മുഴുവൻ അവർക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും, ആവശ്യത്തിലധികം അവർക്ക് കൊടുക്കും. എന്നിട്ട് ഈ എക്സാം ടൈമിൽ മാത്രം ഇതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾക്കാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിന്ന് മാറ്റി കഴിയുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ പാരന്റ്സിനെ തന്നെ കുറ്റം പറയണം. ഇത് ഒഴിവാക്കാനാണെങ്കിൽ പണ്ട് തൊട്ടേ ഒഴിവാക്കി കുറച്ച് കൊണ്ടുവന്ന് എക്സാം ടൈമിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമായിരുന്നു. അല്ലാത്ത പക്ഷം ഇവരുടെ അടുത്ത് നിന്ന് ഇത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയരുത്. കാരണം ഇന്നത്തെ കാലത്തെ പിള്ളേര് പണ്ടത്തെ പിള്ളേരെ പോലെ പുറത്തു പോയി കളിച്ച് അങ്ങനെ എൻജോയ് ചെയ്യുന്ന പിള്ളേരല്ല. അവരുടെ ഫുൾ എൻജോയ്മെന്റും അവരുടെ ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഈ കയ്യിലിരിക്കുന്ന ഈ സംഗതിയിലൊക്കെയാണ് ഉള്ളത്. അപ്പൊ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മെന്റലി ഒരു സ്ട്രെസ്, അതിൽ കൂടെ ഒരു സ്ട്രെസ് ഇങ്ങോട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം? നമ്മുടെ പഠിക്കുന്നതിൻ്റെ ടൈം ടേബിളിൻ്റെ ഷോർട്ട് ബ്രേക്സ് ഉണ്ടല്ലോ, ആ ഷോർട്ട് ബ്രേക്സിൽ ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ സൈഡിൽ കൂടെ പോലും പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം ഈ ഫോണൊക്കെ 5 മിനിറ്റ് 10 മിനിറ്റ് ഉപയോഗിച്ചിട്ട് അവിടെ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അതേപോലെ തന്നെ വീഡിയോ ഗെയിംസും ടിവിയും എല്ലാം അങ്ങനെയാണ്, നമ്മൾ അതിലേക്ക് അങ്ങ് ആഴ്ന്നിറങ്ങിപ്പോകും. അതുകൊണ്ട് ഷോർട്ട് ബ്രേക്സിൽ ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കരുത്. പക്ഷേ ഒരു 2-3 മണിക്കൂർ ഇടവിട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ ലോങ് ബ്രേക്സ് വിടാം. ആ ലോങ് ബ്രേക്സിൽ പാരൻസ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ടൈം വെച്ചിട്ട് ഇവർക്ക് അത് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാം. അല്ലാണ്ട് മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്യാതിരിക്കുക. പിന്നെ പാരൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർ എക്സാം വരുമ്പോഴത്തേനും പിള്ളേരെ ടി വി കാണാൻ സമ്മതിക്കില്ല, പിള്ളേരെ ഫോൺ നോക്കാൻ സമ്മതിക്കത്തില്ല, പിള്ളേരെ വീഡിയോ ഗെയിംസ് കളിക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷേ പാരൻസിന് ഇതൊന്നും ഇല്ലാണ്ട് പറ്റത്തില്ല. അപ്പന് ന്യൂസ് കാണണം, അമ്മയ്ക്ക് സീരിയൽ കാണണം, ഗ്രാൻഡ് പാരൻസിന് ടി വി ഓണാക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ആ പരിപാടി ഇവിടെ നടക്കത്തില്ല. നമ്മൾ പിള്ളേരോട് ഈ എക്സാം ടൈമിൽ ഇതൊന്നും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കാതിരിക്കുക. ഇന്നത്തെ ഒരു കാലമാണ്, നമുക്ക് ഫോൺ ഇല്ലാണ്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഈ വക സാധനങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ കുഞ്ഞുങ്ങളോട് ഉപയോഗിക്കരുതെന്ന് പറയുന്ന സമയങ്ങളിൽ ഒരിക്കലും നമ്മളും ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇനി നമ്മുടെ 4ാമത്തെ ടിപ്പ്. ഈ 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എക്സാം ടൈമിൽ മാത്രമല്ല, അല്ലാത്ത ടൈമിലും അല്ലാത്ത കുട്ടികൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. നമ്മുടെ കുഞ്ഞിന് ഒരു കഴിവും ഒരു ലിമിറ്റും ഉണ്ട്. അതിൽ കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പുഷ് ചെയ്യാതിരിക്കുക. ഇന്നത്തെ ഒരു കാലമാണ്, പല കുട്ടികളും എല്ലാ കാര്യങ്ങളിലും എക്സൽ ചെയ്യുന്ന കുട്ടികളായിരിക്കും. എന്നോർത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞിനോട് അത് ചെയ്യ്, ഇത് ചെയ്യ്, നീ ഡാൻസ് കളിക്ക്, നീ പാട്ട് പാട്, നീ ഫുൾ A+ മേടിച്ചേ പറ്റുള്ളൂ, നീ അവനെ നോക്ക്, നീ ഇവളെ നോക്ക്, നീ അതുപോലെ ചെയ്യ്, ഇതുപോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടമാനം ആ കൊച്ചിനെ പുഷ് ചെയ്യാതിരിക്കുക. ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളാണുള്ളത്. അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ കഴിവ് എന്താണെന്ന് നമ്മൾ അവരുമായിട്ട് കൂടിയിരുന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. അത് ഈ എക്സാമിന് മുന്നേ കണ്ടുപിടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ബേർഡൻ കുറഞ്ഞു കിട്ടും. ചില കുഞ്ഞുങ്ങൾക്ക് മാത്സ് ആയിരിക്കും ഏറ്റവും ഇഷ്ടം. ബാക്കിയുള്ള സബ്ജക്ട്സിനെക്കാളും കൂടുതൽ അവൻ എൻജോയ് ചെയ്ത് പഠിക്കുന്നതും അവൻ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ മാത്സ് ആയിരിക്കും. അപ്പൊ അവൻ എക്സൽ ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് മാത്സ് ആണ്. ബാക്കിയുള്ള സബ്ജക്ട്സിലും അവൻ ഫുള്ള് മേടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പാരൻസ് ആ കുഞ്ഞിനെ ഫോഴ്സ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പൊ പണ്ടത്തെ കാലം പോലൊന്നുമല്ല, ഇന്നത്തെ ലോകത്ത് നിറയെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിറയെ കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ പാരൻസ് എന്ത് ചെയ്യണം, അതെല്ലാം കൂടെ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ കുഞ്ഞിനെ വിളിച്ചിരുത്തി പറയാം, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്, ഇതിൽ നിനക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് തോന്നുന്നത് എന്നൊക്കെ ചോദിച്ച് 2 കൂട്ടരും കൂടെ ഇരുന്ന് അനലൈസ് ചെയ്ത് അപ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് കിട്ടും. ഓക്കെ, നമ്മുടെ കുഞ്ഞിന് ഇതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം, ഇതാണ് ഇൻട്രസ്റ്റിംഗ്, ഇതിലാണ് അവൻ എക്സൽ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും, ആ കുഞ്ഞിനും മനസ്സിലാകുമ്പോൾ ആ സബ്ജക്ട്സിൽ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് അവരുടെ ഭാവിയിലേക്കും കൂടെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മുടെ 5th ടിപ്പ്. ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ കൂടെ വിളിച്ചിരുത്തിയിട്ട് വേണം പാരൻസ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ എക്സാമുകളല്ല എന്നൊക്കെ നമ്മൾ എന്തൊക്കെ വാചാലരായാലും നമ്മളുടെ ഭാവിയിലെ പല പല കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഈ എക്സാമാണ്. കുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു റിയാലിറ്റിയാണ്. ഇതിനെ താണ്ടി നമുക്ക് പോകാൻ പറ്റത്തില്ല. ഈ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെയാണ്, അതൊരു സിസ്റ്റമാണ്, അതൊരു റിയാലിറ്റിയാണ്, നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ എക്സാം ടൈമിൽ കുറച്ച് സെൽഫിഷ് ആവുക. നമ്മുടെ ഈ ചുറ്റും പല കാര്യങ്ങൾ നടക്കും, പല ഫങ്ഷൻസ് നടക്കും. അവർ പോയി ഇവർ പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാളും കൂടുതൽ ഫംഗ്ഷൻസിന് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ പാരൻസും കുറച്ചൊക്കെ ഒഴിവാക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ എക്സാം ടൈമിൽ കുറേയൊക്കെ ഒഴിവാക്കുക. ഫംഗ്ഷൻസ് പോകുന്നതും അതിന് പോകുന്നതും ഇതിന് പോകുന്നതും ഒക്കെ. നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. അത് നമ്മൾ വെറുതെ തമാശ കളിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ല, അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അവിടെ ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈം ടേബിൾ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഇത്രയും കാലം നമ്മൾ കളിച്ച് നടന്നു, പക്ഷേ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളെങ്കിലും നമ്മൾ കുറച്ച് സീരിയസ് ആവുക, നമ്മൾ കുറച്ച് സെൽഫിഷ് ആവുക. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തലയിടാൻ പോകാണ്ട്
നമ്മുടെ കാര്യം നമ്മൾ ചെയ്യുക. നമ്മുടെ ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ എക്സാമിൽ നല്ലപോലെ എക്സൽ ചെയ്യണം. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് എല്ലാവരും പഠിക്കാം, ഇത്തിരി സീരിയസ് ആയിട്ട് പഠിക്കാം. ഇനി നമ്മുടെ 6th പോയിന്റ്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിരിക്കണം. പക്ഷെ ചില പാരൻസ് ഉണ്ടല്ലോ, അവർ ഓവർ ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മൾ പാരൻസ് ആണ്, അവരുടെ ഫ്രണ്ട്സ് അല്ല. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ നമ്മൾ അവരോട് സ്ട്രിക്റ്റ് ആയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില പാരൻസ് അവർക്ക് ആവശ്യത്തിന് പണം കൊടുക്കും, എല്ലാം കൊടുക്കും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അവർ ഈ കുട്ടികളുടെ അടുത്ത് ഒരു റിട്ടേൺ ഗിഫ്റ്റ് ആവശ്യപ്പെടും. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടിരുന്നില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് മേടിച്ചു തന്നില്ലേ, നിങ്ങൾക്ക് അത് ചെയ്തു തന്നില്ലേ, നിങ്ങൾക്ക് ഇത് ചെയ്തു തന്നില്ലേ, അതുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഒരാഗ്രഹമാണ് മോനൊന്ന് എഞ്ചിനീയർ ആവണം. ഇങ്ങനത്തെ ചില പാരൻസ് ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണോ ആഗ്രഹമെന്ന് നമ്മൾ അവരെ വിളിച്ചിരുത്തി അവരോട് സംസാരിച്ചത് മനസ്സിലാക്കി അത് അച്ചീവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ശരിക്കുള്ള പാരൻറ്ഹുഡ് എന്ന് പറയുന്നത്. അല്ലാതെ പാരൻസിൻ്റെ ഡ്രീംസ് ജീവിക്കാനുള്ളവരല്ല മക്കൾ. മക്കൾക്ക് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവരുടേതായ സ്വപ്നങ്ങളുണ്ട്, അവർക്ക് ഇന്നതായി തീരണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ചില പാരൻസിന് തോന്നുവാണ് നമ്മുടെ മക്കളെ ചൂസ് ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ പാരൻസിന് പറയാൻ പറ്റും, അവന് ഇൻട്രസ്റ്റ് ഉള്ള അതേ സബ്ജക്റ്റിലുള്ള വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അവന് ഇൻട്രസ്റ്റ് ഉള്ളതിലുള്ള വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതിനെപ്പറ്റി അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ഇഷ്ടമില്ലാത്തൊരു മേഖലയിലേക്ക് ഉന്തിത്തള്ളി കയറ്റി വിടാതിരിക്കുക. ചില പാരൻസ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ തലയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും, നീ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തിരിക്കണം, നിന്റെ ചേട്ടനും ചേച്ചിയൊക്കെ നല്ലപോലെ പഠിക്കുന്ന പിള്ളേരായിരുന്നില്ലേ, അപ്പം നീ മാത്രം മോശം സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, അതുകൊണ്ട് നീയും നല്ല മാർക്ക് മേടിക്കണം, നീ ഫുൾ A+ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊച്ചിൻ്റെ തലയിലുള്ള ടെൻഷൻ മുഴുവൻ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ കൊച്ച് ഈ സ്ട്രെസ്സും ഈ ടെൻഷനും പിടിച്ചിട്ടാണ് പഠിക്കുന്നത്. അതിനൊരു സമാധാനത്തോടെ ഉള്ള ഒരു പഠിത്തമല്ല അത്. ഈ സ്ട്രെസ്സും ഈ ഫിയറും, ഇത് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളൊരു ഫിയർ വെച്ചിട്ടായിരിക്കും ഈ കൊച്ച് പഠിക്കുന്നത്. എന്നിട്ട് അവസാനം റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കൊച്ച് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അതിനു പകരം നമ്മൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് അവരോട് പറയാം, ഈ എക്സാം എന്നല്ല, ജീവിതത്തിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ നിൻ്റെ ഒപ്പം ഉണ്ടാകുമെന്നുള്ളൊരു അഷ്വറൻസ് അവന് കൊടുക്കുക. സത്യം അതാണ്. എല്ലാ പാരൻസിനും അവനവൻ്റെ മക്കൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. പക്ഷെ അവരതങ്ങ് തുറന്നു പറയത്തില്ല. തുറന്നു പറഞ്ഞോ, നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവർക്ക് ഈ എക്സാം ടൈമിൽ വേണ്ടത് ഒരു മെൻ്റൽ സപ്പോർട്ടാണ്. ആ മെൻ്റൽ സപ്പോർട്ട് എന്താണെങ്കിലും പാരൻസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എക്സാം എഴുതുന്ന കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിനും കുറേ ടിപ്സൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന്. അപ്പോൾ ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്